ജമാഅത്തെ ഇസ്ലാമി മതതീവ്രവാദമാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമാണ്. ജമാഅത്തെ ഇസ്ലാമി ഭീകര പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ആഗോള ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമി സാമൂഹിക വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് തുടങ്ങിയ വ്യാജ ക്യാമ്പയിൻ അവരെന്തിന് നടത്തുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും അപകടകരമായ. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും, കേരളത്തിലെ നവസാമൂഹിക മാധ്യമങ്ങളിൽ, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കിടയിലും ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു പ്രചാരണം CPM നടത്തിത്തന്ന സ്ഥിതിക്ക് ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്താണെന്നും എന്തിനെക്കുറിച്ചാണത് സംസാരിക്കുന്നതെന്നും എന്താണത് ലക്ഷ്യം വെക്കുന്നതെന്നും ജനങ്ങളോട്, സമൂഹത്തോട്, ഈ രാജ്യത്തോട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഗുണകാംക്ഷ എന്താണെന്നും എന്തിലേക്കാണ് ഈ പ്രസ്ഥാനം ജനങ്ങളെ നയിക്കുന്നതെന്നും എന്താണ് ഇതിൻ്റെ ചരിത്രമെന്നും എന്താണ് ഇതിൻ്റെ ട്രാക്ക് റെക്കോർഡെന്നും എന്താണ് ഇത് ചെയ്തു തീർത്തതെന്നും ജനങ്ങളോട് സത്യസന്ധമായി, ജനാധിപത്യപരമായി, സമാധാനപരമായി സംസാരിക്കുവാനുള്ളൊരവസരമായിട്ടാണ് ഞങ്ങൾ ഈ സമയത്തെ, ഈ സന്ദർഭത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു വിശദീകരണ പൊതുയോഗം ഈ അങ്ങാടിയിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങളും സാഹചര്യവും സ്വാഗത സംസാരത്തിലൂടെ വിശദീകരിക്കുകയുണ്ടായി. കേരളത്തിലെ സർക്കാരിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രമുഖ പാർട്ടി, വലിയ പാർട്ടിയായ CPM സവിശേഷമായ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളിലൂടെ, നവസാമൂഹിക മാധ്യമങ്ങളിലൂടെ, പാർട്ടി സമ്മേളനങ്ങളിലൂടെ, തെരുവുകളിലൂടെ ആ ക്യാമ്പയിൻ CPM ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ താറടിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക, അതിനെ ഒരു ഭീകരവിധ്വംസക പ്രസ്ഥാനമായി സമൂഹമധ്യേ അവതരിപ്പിക്കാൻ ശ്രമിക്കുക, ഇതാണ് ഈ ക്യാമ്പയിനിലൂടെ, പലതരം സംസാരങ്ങളിലൂടെ, പ്രസ്താവനകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ആ പാർട്ടിയും അതിൻ്റെ നേതാക്കളും ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ CPIM-നെതിരായി അങ്ങാടികളിൽ എന്നല്ല, മാധ്യമങ്ങളിലൂടെയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ പ്രചാരണം നടത്തേണ്ടുന്ന ഒരു സമയമല്ല ഇത് എന്ന നല്ല ബോധ്യം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിനും അതിൻ്റെ പ്രവർത്തകർക്കുമുണ്ട്. നമുക്കേത് കാര്യത്തെക്കുറിച്ചും ഒരു ഔചിത്യബോധമുണ്ടാവും. അതേത് പാർട്ടികളുടെയും പൊതുപ്രവർത്തകരുടെയും ഏത് സാധാരണ മനുഷ്യരുടെയും സാമാന്യമായ, സ്വാഭാവികമായ ഒരു കാര്യമാണ്. സമയത്തിൻ്റെ ഔചിത്യം, സന്ദർഭത്തിൻ്റെ ഔചിത്യം എന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെപ്പോലെ സാമൂഹിക ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനമായ ഈ കേരളത്തിലെ ഇവിടെ പ്രസക്തമാകുന്ന ഒരു ചെറിയ പാർട്ടിക്കെതിരെ, ഈ സംസ്ഥാനത്തെ ഒരു പ്രബല പാർട്ടിക്കെതിരെ
ക്യാമ്പയിൻ നടത്തേണ്ടുന്ന ഒരു സമയമല്ല ഇത് എന്ന നല്ല ബോധ്യം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. കാരണം നമ്മൾ ഏത് കാലത്തിലൂടെയാണ്, നമ്മൾ ഏത് സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഈ രാജ്യത്തെക്കുറിച്ച് സാമാന്യമായി ധാരണയുള്ള ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. ഇത് സംഘ് പരിവാർ കാല ഇന്ത്യയാണ്. ഈ രാജ്യത്തിപ്പോൾ എല്ലാ ജനങ്ങളും, സംഘ് പരിവാറിൻ്റെ പക്ഷത്ത് നിൽക്കാത്ത എല്ലാ ജനങ്ങളും, അവരാണ് ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ. അവരേത് മതത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, അവരേതേതെല്ലാം ആശയങ്ങൾ, ആദർശങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ കൊണ്ടു നടന്നാലുമില്ലെങ്കിലും സംഘ് പരിവാർ വിരുദ്ധമാണ് ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ. ആ എല്ലാ ജനങ്ങളും പല രീതിയിൽ ആലോചിക്കുന്ന കാര്യമെന്താണ്? എന്തിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് അവർ അവരുടേതായ ഭാഷയിൽ സംസാരിക്കുന്നതും ആലോചിക്കുന്നതും ആശയങ്ങൾ പങ്കുവെക്കുന്നതും പ്രായോഗികമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതും പദ്ധതികൾ നടപ്പിലാക്കുന്നതും? എങ്ങനെ നമുക്ക് ഈ രാജ്യത്തെ ഈ സംഘ് പരിവാർ ഫാഷിസത്തിൽ നിന്ന്, ഈ സാമൂഹികമായ ദുരന്തത്തിൽ നിന്ന്, ഈ കെടുതിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെയും ജനങ്ങളെയും എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന വഴികളെക്കുറിച്ചാണ്. ഡൽഹിയിൽ ഇപ്പോഴും കർഷകർ പ്രക്ഷോഭത്തിലാണ്. അത് ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തുന്ന കർഷകരുടെ മാത്രം കാര്യമല്ല. ഇന്ത്യയിലെ എല്ലാ കർഷകരും ഈ ഭരണത്തിൻ്റെ, ഈ ഭരണകൂടത്തിൻ്റെ നയങ്ങളുടെ കെടുതികൾ അനുഭവിക്കുന്നവരാണ്. ഈ രാജ്യത്തിലെ ദലിതുകൾ ഏറ്റവും അരക്ഷിതമായ ജീവിതം നയിക്കുന്ന കാലമാണ്. ഈ രാജ്യത്തിലെ ആദിവാസികൾ, അവരീ രാജ്യത്ത് അവർക്ക് മനുഷ്യരായൊരു അംഗീകാരം ലഭിച്ചത് നമ്മുടെ ഭരണഘടനയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ പൗരന്മാരായത്. അവർക്ക് പൗരത്വം നൽകിയ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യണം എന്ന ഒരു ശക്തി അധികാരത്തിലിരിക്കുമ്പോൾ ആദിവാസികൾ സ്വാഭാവികമായും ആശങ്കയിലാണ്. അവരും ചിന്തിക്കുന്നത് എങ്ങനെ ഈ രാജ്യത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നാണ്. ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് മനുഷ്യൻ എന്ന പദവി ലഭിക്കാൻ കാരണം BR അംബേദ്കറാണ്. ഡോക്ടർ BR അംബേദ്കറെ സംഘ് പരിവാർ എങ്ങനെയാണ് കാണുന്നത് എന്ന്, എത്ര പദവിയാണ്, എന്ത് മാന്യതയാണ് കൽപ്പിക്കുന്നത് എന്ന് BJPയുടെ നേതാവ്, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ രാജ്യത്തിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ട സ്ഥലത്ത് പാർലമെൻറ്റിൽ നടത്തിയ ഒറ്റ പ്രസ്താവനയിലൂടെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിലെ കോടാനുകോടി മനുഷ്യർ ഡോക്ടർ അംബേദ്കറെ മാനിക്കാത്ത, അദ്ദേഹം മുഖ്യ നേതൃത്വം നൽകി രൂപപ്പെടുത്തിയ ഭരണഘടനയെ മാനിക്കാത്ത സംഘ് പരിവാറിൽ നിന്ന് ഈ രാജ്യത്തെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്ന ആലോചനകളിലാണ്, പരിശ്രമങ്ങളിലാണ്. അത് കർഷകരുടെ, ആദിവാസികളുടെ, ദലിതുകളുടെ മാത്രം കഥയല്ല. സംഘ് പരിവാർ വിരുദ്ധരായ ലക്ഷോപലക്ഷം കോടാനുകോടി മനുഷ്യർ രാവും പകലും ആലോചിക്കുന്നതും പരിശ്രമിക്കുന്നതും അത്യധ്വാനം ചെയ്യുന്നതും പല രീതിയിൽ അവർ സംഭാവനകൾ അർപ്പിക്കുന്നതും ഈ പരിശ്രമത്തിലാണ്. ഈ രാജ്യത്തിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ടൊരു സാമൂഹിക പ്രസ്ഥാനം എന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ, വിവിധങ്ങളായ പ്രദേശങ്ങളിൽ, മുക്കുകളിൽ, മൂലകളിൽ, നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും ഈ പ്രവർത്തനങ്ങളിലാണ്. ഈ കഴിഞ്ഞ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ നേതൃത്വം, അതിൻ്റെ മാധ്യമ സംവിധാനങ്ങൾ, അതിൻ്റെ നവസാമൂഹിക സംവിധാനങ്ങളെല്ലാം ഈ പരിശ്രമത്തിലാണ്.
ഈ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം നിന്ന്, ഈ രാജ്യത്തിലെ പൗരാവകാശ പ്രവർത്തകരോടൊപ്പം നിന്ന്, ഈ രാജ്യത്തിലെ മാധ്യമ പ്രവർത്തകരോടൊപ്പം നിന്ന്, ഈ രാജ്യത്തിലെ സിവിൽ സൊസൈറ്റിയോടൊപ്പം നിന്ന്, സംഘ് പരിവാർ വിരുദ്ധ പക്ഷത്ത് ആരൊക്കെയുണ്ടോ അവരോടൊപ്പം നിന്ന് ഈ രാജ്യത്തെ സംഘ് പരിവാറിൽ നിന്ന് എങ്ങനെയെല്ലാം രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും, അതിൻ്റെ വഴികളിലാണ്, പരിശ്രമങ്ങളിലാണ്. ഇത് ഈ രാജ്യത്തെക്കുറിച്ച് ഏതൊരാൾക്കും പ്രാഥമികമായി അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ CPIM നേതൃത്വം മറ്റൊരു ദിശയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? രാജ്യത്തിലെ ഉത്തരവാദപ്പെട്ട സംഘടനകളുടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയുടെ മുൻഗണനാക്രമം എന്തായിരിക്കണം? ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന വിഷയം എന്താണ്? ഇതിനെക്കുറിച്ച് കാര്യഗൗരവത്തിൽ ആലോചിക്കുന്നതിനും പ്രായോഗികമായ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനും പകരം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കേരളത്തിൽ ക്യാമ്പയിൻ നടത്തുക എന്ന അങ്ങേയറ്റം അപഹാസ്യമായ, പരിഹാസ്യമായ പ്രചാരണ പ്രവർത്തനത്തിലാണ് CPMൻ്റെ കേരള നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ തെരുവുകളിലെല്ലാം, മാധ്യമങ്ങളിലൂടെയെല്ലാം, സമ്മേളനങ്ങളിലൂടെയെല്ലാം ജനങ്ങളോട് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വ്യാജമായ കാര്യങ്ങൾ പറയുക, തങ്ങളുടെ നുണകൾ കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കട്ടെ എന്ന ആത്മവിശ്വാസത്തിൽ ശുദ്ധ നുണകൾ പറയുക, ശുദ്ധ നുണകൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത്തരമൊരു സമയത്ത് എന്താണ് CPM ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നതെന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് സമൂഹത്തോട് പറയാനുള്ളത് എന്നും വിശദീകരിക്കേണ്ടത് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ നിർബന്ധിക്കപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇത്തരം ചില പൊതുസമ്മേളനങ്ങൾ, വിശദീകരണങ്ങൾ ഞങ്ങൾക്ക് നടത്തേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ CPM നടത്തുന്ന ഈ ക്യാമ്പയിൻ പോലും ആത്മാർത്ഥമല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ ആത്മാർത്ഥതയില്ലായ്മയും ഇതിലെ കാപട്യവും ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആത്മാർത്ഥതയില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം, ഓൾ ഇന്ത്യ തലത്തിൽ, ദേശീയ തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ഒരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കാൻ ദേശീയ തലത്തിൽ CPMന് ധൈര്യമുണ്ടോ, സന്നദ്ധതയുണ്ടോ എന്നതാണ് ചോദ്യം. ഞങ്ങൾ 100 വട്ടം ആവർത്തിച്ച് ചോദിക്കുന്നു. കേരളത്തിൽ CPMൻ്റെ നേതൃത്വം ഈ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ക്യാമ്പയിൻ നടത്തുന്നത് പോലെ തമിഴ്നാട്ടിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ അങ്ങനെ തുടങ്ങിയ ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ ഡൽഹി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കേന്ദ്ര നേതൃത്വത്തിന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ, ക്യാമ്പയിൻ നടത്താൻ, ജനകീയ ബോധവൽക്കരണം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, നിങ്ങൾക്ക് സന്നദ്ധതയുണ്ടോ? ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, കേരളമല്ലാതെ മറ്റൊരു സ്ഥലത്തും കേന്ദ്ര നേതൃത്വവും ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ക്യാമ്പയിൻ നടത്താൻ CPMൽ സന്നദ്ധമാവുകയില്ല, സന്നദ്ധമല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് സന്നദ്ധമല്ല എന്ന് ചോദിച്ചാൽ, കേരളത്തിന് പുറത്ത് സംഘ് പരിവാർ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ, മൂവ്മെൻറ്റുകളിൽ, പ്രചാരണങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ നേതൃത്വവും അതിൻ്റെ പ്രവർത്തകരും, CPMൻ്റെ നേതൃത്വവും പ്രവർത്തകരും സംയുക്തമായി പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് നേരത്തെ ചെയ്യുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന 2024 ദേശീയ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വിജയിച്ചു വന്ന CPMൻ്റെ പ്രതിനിധികൾ ജമാഅത്തെ ഇസ്ലാമിയോട് വോട്ട് ചോദിച്ചവരും പിന്തുണ വാങ്ങിയവരും പിന്തുണ തേടിയവരും ആ പിന്തുണയുടെ കൂടി ഫലത്തിലാണ് അവർ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടത്തുന്ന ഈ ക്യാമ്പയിൻ ഒരു വ്യാജ ക്യാമ്പയിനാണ്. അവർക്ക് തന്നെ ആത്മാർത്ഥതയില്ലാത്ത, അവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തന്നെ ലൈനില്ലാത്ത, പോളിസിയില്ലാത്ത, പദ്ധതിയില്ലാത്ത, അവരുടെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ദുർബലമാണെങ്കിലും ശരി മറ്റു സംസ്ഥാനങ്ങളിലെ നേതൃത്വം കൂടെ നിൽക്കാത്ത ഒരു ക്യാമ്പയിനാണ് കേരളത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് അവർ ഈ കേരളത്തിൽ ഈ ക്യാമ്പയിൻ നടത്തുന്നത് എന്നതാണ് ഈ വിഷയം. എന്തിനാണവർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി, ജമാഅത്തെ ഇസ്ലാമി മതതീവ്രവാദമാണ്, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമാണ്,
ജമാഅത്തെ ഇസ്ലാമി ഭീകര പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ആഗോള ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമി സാമൂഹിക വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് തുടങ്ങിയ വ്യാജ ക്യാമ്പയിൻ അവരെന്തിന് നടത്തുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും അപകടകരമായ ഒരു കാര്യം. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് CPM-ന് യഥാർത്ഥത്തിൽ തന്നെ ഇങ്ങനെയാണ് വിശ്വാസമെങ്കിൽ, ഇങ്ങനെയാണ് നിലപാടെങ്കിൽ, ആ നിലപാട് 2019 ദേശീയ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം രൂപപ്പെട്ടാൽ മതിയാകുന്നതാണോ എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. CPM-ന്റെ നേതൃത്വത്തോട്, കേരള നേതൃത്വത്തോട് ഞങ്ങളുടെ ചോദ്യം അതാണ്. അതിന് മറുപടി പറയാൻ, സത്യസന്ധമായ മറുപടി പറയാൻ, വേറെന്തൊക്കെയോ ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല, സത്യസന്ധമായ മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഞങ്ങളത് പറയാനുള്ള കാരണം, കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ CPIM-ന് ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ കഴിഞ്ഞുപോയ പൊതുതെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രശ്നാധിഷ്ഠിതമായി, തത്വാധിഷ്ഠിതമായി പല സമയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വവും CPM-ന്റെ ഉന്നതമായ നേതൃത്വവും ഏറ്റവും ഉത്തരവാദപ്പെട്ട നേതൃത്വവും പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതൃത്വവും തമ്മിൽ ചർച്ചകൾ നടന്നു, സംഭാഷണങ്ങൾ നടന്നു, സംസാരങ്ങൾ നടന്നു. ജമാഅത്തെ ഇസ്ലാമി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ വെച്ചുകൊണ്ടും പൊതുതെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ വെച്ചുകൊണ്ടും ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തിൻ്റെയും ഉത്തമമായ താല്പര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അജണ്ടകളും ആശയങ്ങളും രൂപീകരിക്കുകയുണ്ടായി. ആ അജണ്ടകളോടും ആശയങ്ങളോടും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് CPM-ന്റെ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയുമായി പലവട്ടം സംസാരിക്കുകയും, തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട്, നിങ്ങൾ ഞങ്ങളെ പിന്തുണക്കണമെന്നാവശ്യപ്പെടുകയും, ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും താല്പര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടുണ്ടാക്കിയ അജണ്ടകൾ ഞങ്ങൾ കൂടി നടപ്പിലാക്കാൻ ശ്രമിക്കാം എന്ന് അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ധാരാളം സമയങ്ങളിൽ, ധാരാളം തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടുണ്ട്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ 2019 വരെ നീണ്ടു നിൽക്കുന്ന സുദീർഘമായ 3 പതിറ്റാണ്ട് കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ വോട്ടിൻ്റെ ഏറ്റവും നല്ലൊരു ഭാഗം, ഏറ്റവും വലിയ ഗുണഭോക്താക്കളായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, വിശിഷ്യ അതിലെ CPM എന്ന പാർട്ടിയാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിനും സവിശേഷമായും CPM-ന്റെ നേതൃത്വത്തിനുമിടയിൽ നടന്ന ചർച്ചകളുടെയും സംഭാഷണങ്ങളുടെയും ഭാഗമായിട്ടാണ്, തത്വാധിഷ്ഠിതമായിട്ടാണ്, വിഷയാധിഷ്ഠിതമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ധാരണകളും പിന്തുണകളും എല്ലാം ഉണ്ടായത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനി പത്രം കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ, ഒരു സംഘടനയുടെ, ഒരു കൂട്ടായ്മയുടെ തെരഞ്ഞെടുപ്പ് തീരുമാനത്തെക്കുറിച്ച് മുഖപ്രസംഗം എഴുതി അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടേതും അതേപോലെ തന്നെ കത്തോലിക്ക സഭയുടേതുമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ രേഖകൾ ഇന്നും നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. 96 തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ദേശാഭിമാനി ശ്രദ്ധേയമായ 2 തെരഞ്ഞെടുപ്പ് തീരുമാനങ്ങൾ എന്ന പേരിൽ മുഖപ്രസംഗം എഴുതി ജമാഅത്തെ ഇസ്ലാമി 96 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് പ്രശംസനീയമായ, ശ്രദ്ധേയമായ കാര്യമാണ് എന്ന് ദേശാഭിമാനി പത്രം മുഖപ്രസംഗം എഴുതിയത്. അപ്പോൾ 96 മുതൽ 3 പതിറ്റാണ്ട് കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന അജണ്ട എന്തായിരുന്നു? അവരുടെ പ്രവർത്തകരുടെ ശീലം എന്തായിരുന്നു? സ്വഭാവം എന്തായിരുന്നു? അവരുടെ നേതൃത്വത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു? ഇതെല്ലാം കൂടി മാറി മറിഞ്ഞു പോയത് 2019 ദേശീയ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ എന്ന ന്യായമായ, സ്വാഭാവികമായ ചോദ്യത്തിന് കേരളത്തിലെ CPM-ന്റെ നേതൃത്വം മറുപടി പറയണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിന് പ്രവർത്തകർക്ക് പറയാനുള്ള ഒരു കാര്യം. ഇതിലെ ഏറ്റവും അപകടകരമായൊരു കാര്യം, കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കെ, ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ, എന്തിനാണ് കേരളത്തിൽ CPM
ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ഒരു ബഹുജന ക്യാമ്പയിൻ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അജണ്ടകളാണ് ഏറ്റവും അപകടകരമായത് എന്നതാണ് കേരളീയ സമൂഹത്തോട് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്, പങ്കുവെക്കാനുള്ളത്. ആ വിഷയം, ആ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. കേരളത്തിൽ CPM ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നു, കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടന ക്യാമ്പയിൻ നടത്തുന്നു, ഇനി അതല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും എല്ലാ മതസംഘടനകളും ഒന്നായി ചേർന്ന് ക്യാമ്പയിൻ നടത്തുന്നു. ഇതൊന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വിഷയമേ അല്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിൻ്റെ 7.5 പതിറ്റാണ്ട് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ദേശീയ തലത്തിൽ ക്യാമ്പയിൻ നടത്തിയവരുണ്ട്, കേരളത്തിൽ ക്യാമ്പയിൻ നടത്തിയവരുണ്ട്, മതസംഘടനകളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, പത്രങ്ങളുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, ബുദ്ധിജീവികളുണ്ട്. അങ്ങനെ പലരും പല സമയങ്ങളിൽ ഈ പ്രസ്ഥാനത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്, പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്, ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, വിയോജിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിയോജിക്കുന്നവരുണ്ട്. ആരെങ്കിലും ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തി കളയുന്നു, വിമർശിച്ചു കളയുന്നു, വിയോജിച്ചു കളയുന്നു എന്നത് ജമാഅത്തെ ഇസ്ലാമിയെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമേ അല്ല. അത് ജമാഅത്തെ ഇസ്ലാമി എല്ലാ വിയോജിപ്പുകളെയും എല്ലാ വിമർശനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. ഈ പ്രസ്ഥാനത്തെ വിമർശിക്കാൻ ഇതിൻ്റെ തന്നെ മുഖപത്രത്തിൽ സ്ഥലം അനുവദിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ പ്രസ്ഥാനത്തെ വിശകലനം ചെയ്യാൻ ഇതിൻ്റെ തന്നെ വേദികൾ വിട്ടുകൊടുക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതിൻ്റെ വിയോജിപ്പുകൾ, ഈ പ്രസ്ഥാനത്തോടുള്ള വിയോജിപ്പുകൾ കേൾക്കാൻ വേണ്ടി ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുടെയും സാംസ്കാരിക നായകരുടെയും മതസംഘടനാ നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും സന്നിധിയിൽ പോയിരിക്കുന്ന പ്രവർത്തകരും നേതാക്കളുമുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ CPM വിമർശിച്ചു കളയുന്നു എന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമേ അല്ല. അതേസമയം എന്തിനു വേണ്ടി വിമർശിക്കുന്നു എന്നതാണ് പ്രശ്നം. എന്തിനാണ് കേരളത്തിൽ മാത്രമായി CPM ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നത്? കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജമാഅത്തെ ഇസ്ലാമി എന്നതാണോ? മറ്റൊരു സമുദായവും ഒരു പ്രശ്നമല്ല, മറ്റൊരു കൂട്ടായ്മയും ഒരു പ്രശ്നമല്ല, മറ്റൊരു പ്രശ്നവും ഒരു പ്രശ്നമല്ല. ജമാഅത്തെ ഇസ്ലാമിയാണ്. CPMൻ്റെ ക്യാമ്പയിൻ പരിശോധിച്ചാൽ, അതൊരാൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവുക, ഈ സമയത്ത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, കേരളം ഒരു വഴിക്കാക്കേണ്ടതുണ്ടെങ്കിൽ, ഒരു തീരുമാനമാക്കേണ്ടതുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമാണ് എന്ന ഊക്കിലാണ് CPM ഈ ക്യാമ്പയിൻ നടത്തുന്നത്. ആ ക്യാമ്പയിനിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? അത് ഈ രാജ്യത്തൊരു ധ്രുവീകരണം ഉണ്ടാക്കും. അത് ഈ കേരളത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കലാണ്. തങ്ങളുടെ രാഷ്ട്രീയമായ ഒരു ആലോചനയിൽ നിന്ന്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ കേവലമായ ഒരു തന്ത്രത്തിൽ നിന്നാണ് CPM ഈ ക്യാമ്പയിൻ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന അപകടകരമായ ഒരു സൈറൻ ഈ ക്യാമ്പയിനിലുണ്ട് എന്നാണ് കേരളീയ സമൂഹത്തോട് ജമാഅത്തെ ഇസ്ലാമി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ആ സൈറൻ എന്താണ്? 2019 പൊതു തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാം ഓർമ്മയുണ്ടാകും, കേരളത്തിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ UDF നേടിയത്. കേരളത്തിലെ 19 സീറ്റുകളിൽ അന്ന് UDF വിജയിക്കുകയുണ്ടായി. 20-ൽ 19 സീറ്റും വിജയിച്ച് വലിയ മുന്നേറ്റം UDF നടത്തി. എന്തുകൊണ്ട് UDF വിജയിച്ചു എന്നതിനെക്കുറിച്ച് അനേകം ചർച്ചകൾ, വിശകലനങ്ങൾ. എന്തുകൊണ്ട് 2019 തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് UDFന് അഭൂതപൂർവമായ മുന്നേറ്റമുണ്ടായി? മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് LDF ദയനീയമായി പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് വിശകലനങ്ങളുണ്ടായി. ദേശീയ രാഷ്ട്രീയം അതിലൊരു മുഖ്യ പങ്ക് വഹിച്ചെന്നും ദേശീയ തലത്തിൽ BJPയെ താഴെ ഇറക്കുവാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി അവിടെ രൂപപ്പെടണമെന്ന മതേതര വിശ്വാസികളുടെ സ്വാഭാവികമായ ചിന്തയാണ്, ആലോചനയാണ് UDFന് ഇങ്ങനെ ഒരു നേട്ടമുണ്ടാക്കി കൊടുത്തത് എന്ന വിശകലനത്തിൽ പ്രമുഖമായി ഉയർന്നു വന്ന ഒരു കാര്യമാണ്. അതിൻ്റെ തന്നെ ഭാഗമായി വിലയിരുത്തപ്പെട്ട കാര്യമാണ് പരമ്പരാഗതമായി LDFന് ലഭിച്ചിരുന്ന അനേകം ന്യൂനപക്ഷ വോട്ടുകൾ സ്വാഭാവികമായി UDFന് ലഭിച്ചു, അത് LDFന് നഷ്ടപ്പെട്ടു എന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ടായ ഈ മാറ്റത്തെ എങ്ങനെ മറികടക്കണം എന്നൊരാലോചനയിൽ നിന്നാണ്
പുതിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ നടപ്പിലാക്കാൻ CPM തീരുമാനിച്ചത്. തൊട്ടുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് പിന്നീട് CPM കേരളത്തിൽ നടപ്പിലാക്കുന്നതായി നമ്മളെല്ലാം കാണുന്നത്. കേരളം മുസ്ലിം തീവ്രവാദികൾക്ക് മേൽക്കോയ്മയുള്ള ഭരണത്തിൻ്റെ കക്ഷികളുടെ മുന്നണികളുടെ കൈകളിലേക്ക് പോകുന്നു തുടങ്ങിയ അങ്ങനെ ധ്വനിപ്പിക്കുന്ന പ്രചാരണങ്ങൾക്ക് പിന്നീട് CPM നേതൃത്വം നൽകുകയുണ്ടായി. അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടിയാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് 2019 പൊതുതെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം അന്നത്തെ പാർട്ടി സെക്രട്ടറി കേരളീയ സമൂഹത്തോട് പറയുകയുണ്ടായി. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു അപകടകരമായ, ഈ കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എത്ര ഇസ്ലാമോഫോബിക്കായ ഒരു പ്രസ്താവനയാണത്. കേരളം ഭരിക്കാൻ പോകുന്നത് ഒരു ന്യൂനപക്ഷ കൂട്ടായ്മയാണ്, അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി കൂട്ടായ്മയാണ്, മുസ്ലിം കൂട്ടായ്മയാണ്. ഇതൊരു മറ്റു സമൂഹങ്ങൾക്കുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ്. അങ്ങനെ ധ്രുവീകരണമുണ്ടാക്കി, വർഗീയമായ ധ്രുവീകരണമുണ്ടാക്കി, അങ്ങനെ വോട്ടേകീകരിച്ച് ഇസ്ലാമോഫോബിയയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് നടത്താമെന്ന വളരെ കുതന്ത്രമായ പ്രയോഗമാണ് CPM ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ ആനുകൂല്യം കിട്ടിയിരിക്കുന്നു, ഈ പ്രചാരണത്തിൻ്റെ ഗുണഫലം കിട്ടി എന്നതുകൊണ്ട് ആ പ്രചാരണം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രചാരണം നടത്തുമ്പോൾ അവർക്ക് നാട്ടക്കുറിയായി ഒരു പ്രസ്ഥാനം വേണം, അവർക്ക് വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഒരു കൂട്ടായ്മ വേണം, അവർക്ക് ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുവാൻ വേണ്ടി ഞങ്ങൾ ഈ കൂട്ടർക്കെതിരെ സംഘടിക്കുന്നവരാണ്, അതിനെ പ്രതിരോധിക്കുന്നവരാണ്, ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണം എന്ന് ഈ രാജ്യത്തിലെ ഈ നാട്ടിലെ ഭൂരിപക്ഷ സമൂഹത്തിൽ മനസ്സിൽ പ്രതീതി ഉണ്ടാക്കുവാൻ, അവർക്കൊരു വ്യാജ പ്രതീതി ഉണ്ടാക്കാൻ ഒരു നാട്ടക്കുറി വേണം. ആ നാട്ടക്കുറിയായിട്ടാണ് അവരിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ഈ പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഇപ്പോൾ കേരളീയ സമൂഹത്തിലെ ധാരാളം ആളുകൾ തിരിച്ചറിയുന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പ്രബലമായൊരു വിഭാഗം ഏതാണ്? EK വിഭാഗം സമസ്തയാണ്. EK വിഭാഗം സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം. അവരുടെ ആഭിമുഖ്യത്തിൽ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് സുപ്രഭാതം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പിൽ വളരെ ശക്തമായ ഭാഷയിൽ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് മുഖപ്രസംഗം എഴുതുകയുണ്ടായി. CPM നടത്തുന്നത് ഇസ്ലാമോഫോബിയ പ്രചാരണമുണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ക്യാമ്പയിൻ എന്ന വ്യാജേനെ ഇസ്ലാമോഫോബിയ പ്രചാരണം നടത്തി ഭൂരിപക്ഷത്തിൻ്റെ വോട്ടേകീകരിക്കാനുള്ള കുൽസൃത ശ്രമമാണ് നടത്തുന്നത് എന്നവർ പറഞ്ഞു. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ CPMൻ്റെ ഈ അജണ്ടയെക്കുറിച്ച് ഇന്ന് ജാഗ്രതയുള്ളവരാണ്. ഈ അജണ്ടയെക്കുറിച്ച് അവർ വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. സമൂഹം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതേസമയം ഞങ്ങൾ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് സമൂഹത്തോട് കൂടുതൽ സംസാരിക്കാനാണ്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ഞങ്ങൾ ഈ രാജ്യത്തുണ്ട്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ടായി ഞങ്ങൾ ഈ രാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്. ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്, ഈ നാട്ടിലെ ഹൈന്ദവർക്കിടയിലുണ്ട്, ഈ നാട്ടിലെ ക്രൈസ്തവർക്കിടയിലുണ്ട്, ഈ നാട്ടിലെ മതരഹിതരായ മനുഷ്യർക്കിടയിലുണ്ട്. ഞങ്ങൾ ഈ നാട്ടിലാണ് ജീവിക്കുന്നത്, ഞങ്ങൾ ഈ നാട്ടിലാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ഈ നാട്ടിലാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കെട്ടിപ്പടുത്തിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആരാണ് എന്ന് ജനങ്ങൾക്കറിയാം. ഞങ്ങൾ ആരാണ് എന്ന്, ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന്, ഞങ്ങൾ ആരല്ല എന്ന് ആവർത്തിച്ച് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും, കേരളത്തിലെ നവസാമൂഹിക മാധ്യമങ്ങളിൽ,
കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കിടയിലും ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു പ്രചാരണം CPM നടത്തിത്തന്ന സ്ഥിതിക്ക് ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്താണെന്നും എന്തിനെക്കുറിച്ചാണത് സംസാരിക്കുന്നതെന്നും എന്താണത് ലക്ഷ്യം വെക്കുന്നതെന്നും ജനങ്ങളോട്, സമൂഹത്തോട്, ഈ രാജ്യത്തോട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഗുണകാംക്ഷ എന്താണെന്നും എന്തിലേക്കാണ് ഈ പ്രസ്ഥാനം ജനങ്ങളെ നയിക്കുന്നതെന്നും എന്താണ് ഇതിൻ്റെ ചരിത്രമെന്നും എന്താണ് ഇതിൻ്റെ ട്രാക്ക് റെക്കോർഡെന്നും എന്താണ് ഇത് ചെയ്തു തീർത്തതെന്നും ജനങ്ങളോട് സത്യസന്ധമായി, ജനാധിപത്യപരമായി, സമാധാനപരമായി സംസാരിക്കുവാനുള്ളൊരവസരമായിട്ടാണ് ഞങ്ങൾ ഈ സമയത്തെ, ഈ സന്ദർഭത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്തരമൊരു സമയം, ഇത്തരമൊരു കാലാവസ്ഥ, ഇത്തരമൊരു അന്തരീക്ഷം ജനങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരുക്കി തന്ന കേരളത്തിലെ CPIM-ൻ്റെ നേതൃത്വത്തിന് സവിശേഷമായ അഭിവാദ്യം കൂടി അർപ്പിക്കുവാൻ ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദർശ നിലപാടുകൾ, ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി ഇവിടെ വിശദമായിട്ട് സംസാരിക്കും. ഈ സമ്മേളനം അള്ളാഹുവിൻ്റെ നാമത്തിൽ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.